വെന്റിലേറ്റർ ബേസിക്കലി ശ്വാസം കൊടുക്കുന്ന ഒരു മെഷീനാണ്. ഐസിയും വെന്റിലേറ്ററും ഒന്നല്ല, ഐസിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് വെന്റിലേഷൻ. എന്താണ് പ്രൈമറി കണ്ടീഷൻ, ആ കണ്ടീഷൻ മാറുന്നത് വരെ നമുക്ക് വെന്റിലേറ്റർ കൊടുക്കാൻ പറ്റും. വെന്റിലേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് ഒരാളുടെ രോഗം ഭേദമാവത്തില്ല. അപ്പോൾ രോഗിയെ കാണാൻ നിങ്ങൾ വരുമ്പോൾ ആസ് എ ബൈസ്റ്റാൻഡർ നിങ്ങൾ രോഗിക്ക് ആത്മധൈര്യം പകരേണ്ടി വരും. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, കാരിത്താസ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഹെഡാണ്, മെഡിക്കൽ സൂപ്രണ്ടാണ്. വെന്റിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട ഒരു ഉപകരണമല്ല. ബേസിക്കലി നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് കാറ്റടിക്കുന്ന ഒരു മെഷീൻ എന്ന രീതിയിൽ മാത്രം അതിനെ കരുതിയാൽ മതിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ശ്വാസം എടുക്കാൻ പറ്റായികയോ ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരികയോ ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. പല കാരണങ്ങൾ കൊണ്ടും വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പാമ്പ് കടിച്ചു വന്നു, മൂർഖൻ കടിച്ചു വന്നു. മൂർഖൻ കടിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ശരീരത്തിലെ നാഡീവ്യൂഹങ്ങൾ തളർന്നു പോകും. അങ്ങനെ നാഡീവ്യൂഹങ്ങൾ തളർന്നു പോകുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. പക്ഷേ താൽക്കാലികമായി നമുക്കറിയാം, ഒരു 2 ദിവസം കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് പാമ്പിൻ്റെ പ്രതിവിഷം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നോർമൽ ആവുകയും ചെയ്യും. അപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗികളെ നമ്മളങ്ങനെ വെന്റിലേറ്ററിലേക്ക് മാറ്റാറുണ്ട്. വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ ശ്വാസം വലിച്ച് ക്ഷീണിച്ച് ഇനി ശ്വാസം വലിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ അവർ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വലിവുള്ള ആൾക്കാർ, ന്യൂമോണിയ ഉള്ള ആൾക്കാർ, അവരുടെ അസുഖം കൂടുന്നതനുസരിച്ച് അവർ ശ്വാസം കൂടുതൽ നേരം വലിച്ച് അവർക്ക് ശ്വാസം എടുത്തുവിടാൻ വയ്യ, ഇനി ശ്വാസം എടുക്കാൻ അവരെ കൊണ്ട് വയ്യാത്ത അവസ്ഥ വരും. ആ ശ്വാസം വലിക്കുന്ന ജോലി ആ മെഷീനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജോലി അത് ചെയ്യും. ബാക്കിയുള്ള അസുഖം എന്താണ്, എന്തുകൊണ്ട് വെന്റിലേറ്റർ ഇടേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോസസ് കൊണ്ടാണ് നമ്മൾ വെന്റിലേറ്ററിലേക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. അതല്ല, ഇറിവേഴ്സിബിൾ കോസസ്, ഉദാഹരണത്തിന് നമുക്ക് പറയുവാണെങ്കിൽ തലയിൽ വലിയൊരു ബ്ലീഡ് വന്നു, തലയിൽ വലിയൊരു രക്തസ്രാവം വന്നിട്ട് ആ പ്രായം ചെന്നൊരു അമ്മച്ചി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രക്തസ്രാവം ഇരിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ വരും, ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആൾ പോകുന്നൊരവസ്ഥയിലേക്ക് പോകത്തുള്ളൂ. അതും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 2 ലങ്സിൽ നല്ലപോലെ ന്യൂമോണിയ കയറി ശ്വാസം ഒട്ടും കയറുന്നത്, അപ്പോൾ വെന്റിലേറ്റർ അങ്ങോട്ട് കാറ്റ് അടിച്ചാൽ പോലും ഓക്സിജൻ ശരീരത്തിലേക്ക് കയറത്തില്ല. അപ്പോൾ കാരണം ലങ്സിൽ മൊത്തം കപ്പം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ മാത്രമേ നമുക്ക് വെന്റിലേറ്റർ ഡെത്ത് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആ അസുഖത്തിൻ്റെ അവസ്ഥ കഴിയുമ്പോൾ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. മരിച്ച ഒരാളെ നമുക്ക് വെന്റിലേറ്റർ ഇടാൻ പറ്റത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുന്നൊരു മെഷീൻ മാത്രമാണ് വെന്റിലേറ്റർ. അപ്പം ശ്വാസകോശത്തിലെത്തുന്ന ഓക്സിജനെ ശരീരത്തിൽ മൊത്തം എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയം ഇടിക്കണം. ഹൃദയ ഇടിപ്പും വെന്റിലേറ്റർ തമ്മിൽ യാതൊരു ബന്ധമില്ല. നമ്മൾ ശ്വാസകോശത്തിൽ എത്ര ഓക്സിജൻ കൊടുത്തെന്ന് പറഞ്ഞാലും ഹൃദയം ഇടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഷർ രക്തസമ്മർദ്ദം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കിട്ടത്തില്ല. ശരീരത്തിലെ എല്ലാ അണുക്കളും മരിക്കും. നമ്മൾ ടിപ്പിക്കൽ മരണം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വെന്റിലേറ്ററിൽ വെക്കാൻ പറ്റത്തില്ല. മരിച്ചു കഴിഞ്ഞ് നമുക്കറിയാം 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ശരീരമെല്ലാം സ്റ്റിഫാവും തുടങ്ങും. അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് വെന്റിലേറ്റർ ഇട്ടുകൊണ്ട് ഒരാളെ നമുക്ക് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വളരെ റെയറായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് മസ്തിഷ്ക മരണം, അതായത് തലച്ചോറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നിന്നു. ഇനിയും ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഹൃദയം കൂടെ നിൽക്കും. അപ്പം ആ ഒരു ഗ്യാപ്പിൽ അത് പ്രോബബ്ലി ഒരു 6 മുതൽ 24 മണിക്കൂർ സമയം കിട്ടുമായിരിക്കും. തലച്ചോറെല്ലാം മരിച്ചു, ഹൃദയം ഇടിക്കുമ്പോൾ നിൽക്കുന്നതിന് മുമ്പുള്ള സമയം. ആ സമയത്ത് നമ്മൾക്ക് ആൾക്കാരെ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഓർഗൻ ഡൊണേഷനും എല്ലാം നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ ഇടാം. അതല്ലാണ്ട് മരിച്ചു പോയ ഒരാളെ, പ്രത്യേകിച്ച് ഹൃദയമിടിപ്പ് നിന്ന ഒരാളെ നമുക്ക് വെന്റിലേറ്റർ ഇട്ട് നമുക്ക് നീട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. 2 മണിക്കൂറുകളിൽ നമുക്ക് ഇട്ടുകൊണ്ടുപോകാൻ പറ്റത്തില്ല. വെന്റിലേറ്റർ നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ബേസിക്കലി വെന്റിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരാളുടെ വായിക്കകത്തൂടെ ട്യൂബ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ശ്വാസനാളിലേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് വേറൊരു മെഷീൻ സൈഡിൽ വെച്ച് കാറ്റടിച്ചു കൊടുക്കുവാണ്. അപ്പം എന്തുകൊണ്ടാണോ വെന്റിലേറ്റർ വേണ്ടി വന്നത്, ആ അസുഖം മാറുന്നത് വരെ നമുക്ക് വെന്റിലേറ്റർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ 10 ദിവസം എടുക്കും അത് മാറാൻ. അപ്പോൾ 10 ദിവസം നമുക്ക് വെന്റിലേറ്ററിൽ ഇടേണ്ടി വരും. എന്നാൽ ചില ആൾക്കാരുണ്ടാവും, ഫോർ എക്സാമ്പിൾ ഒരു വാഹന അപകടത്തിൽ നട്ടലിന് ക്ഷതം പറ്റിയ ആൾക്കാർ, അവർ ശ്വാസം വലിക്കാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ വെന്റിലേറ്റർ വേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ വയലറ്റ് ട്യൂബ് നമ്മൾ 10 ദിവസത്തേക്കുള്ളിൽ വെക്കാറില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തൊണ്ട തുളച്ച് ട്രക്കിയോസ്റ്റമി എന്ന് പറയും.
ട്രക്കിയോസ്റ്റമി കൂടെ കണക്ട് ചെയ്ത് വെന്റിലേറ്റർ നമുക്ക് ജീവിതകാലം മുഴുവൻ എന്താണ് പ്രൈമറി കണ്ടീഷൻ, ആ കണ്ടീഷൻ മാറുന്നത് വരെ നമുക്ക് വെന്റിലേറ്റർ കൊടുക്കാൻ പറ്റും. ഇനി വീട്ടിലും നമുക്കിത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് ചെറിയ ഒരു പോർട്ടബിൾ വെന്റിലേറ്റേഴ്സ് ഉണ്ട്. ICU തന്നെ കിടക്കണം നിർബന്ധമൊന്നുമില്ല. പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ച് ട്രക്കിയോസ്റ്റമി സെറ്റ് ചെയ്ത് നമുക്ക് വീട്ടിലും ആൾക്കാരെ വിടാറുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് ഒരാളുടെ രോഗം ഭേദമാവത്തില്ല. വെന്റിലേറ്റർ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താൽക്കാലിക പീരീഡിലേക്ക് മാത്രം ഒന്നുകിൽ ശ്വാസം എടുക്കാൻ വയ്യാത്തൊരാൾക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരാൾക്ക് ശ്വാസം കൊടുക്കുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ആ അവസ്ഥ മാറുമ്പോൾ എന്തുകൊണ്ടാണോ അസുഖം വന്ന് ആ അസുഖം മാറുന്നത് വരെ സപ്പോർട്ട് ചെയ്ത സിസ്റ്റം മാത്രമാണ് വെന്റിലേറ്റർ. അപ്പോൾ അത് കാരണം നമുക്ക് വെന്റിലേറ്ററിൽ ഇട്ടത് കൊണ്ട് ആളെ രക്ഷപ്പെടുത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ പ്രൈമറി ആയിട്ടുള്ള അസുഖം മാറിയാൽ മാത്രമേ വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. വെന്റിലേറ്ററിൽ ഇട്ടില്ലെങ്കിൽ ആൾ മരിച്ചു പോകുന്നൊരവസ്ഥ വന്നാൽ മാത്രമേ നമ്മൾ വെന്റിലേറ്ററിലേക്ക് ഇടണം എന്ന് പറയാറുള്ളൂ. എങ്കിലും വെന്റിലേറ്ററിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. സൈഡ് എഫക്ട്സ് ഇൻ ദ സെൻസ് ദാറ്റ് നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ തൊണ്ടക്കുഴിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ആ ട്യൂബ് കടന്നു പോകുന്ന വഴിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ നല്ലതുപോലെ ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മളൊരു എക്സ്ട്രാ ഡ്യൂറേഷൻ നമ്മൾ വെന്റിലേറ്റർ കിടക്കുവാണെങ്കിൽ 10, 14, 15, 16 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുവാണെങ്കിൽ നമ്മുടെ ശ്വാസം വലിക്കുന്ന മസിലുകൾ പതുക്കെ ക്ഷയിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ വെന്റിലേറ്റർ ഡിപ്പെൻഡൻ്റ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഡോക്ടറും വെന്റിലേറ്ററിൽ ഇടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിൽ മാറ്റണം എന്നായിരിക്കും അവർ നോക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് കൊണ്ടുവന്ന് ആളെ വെന്റിലേറ്ററിൽ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് അകത്തേക്ക് ശ്വാസം എടുക്കുന്നു, ഉച്ഛ്വാസമായി പുറത്തേക്ക് വിടുന്നു. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ശ്വാസോച്ഛ്വാസം. അപ്പോൾ നമ്മൾ ഓക്സിജൻ എടുക്കുന്നതെന്ന് പറയുന്നത് അകത്തേക്ക് ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നു എന്ന് മാത്രമേ ആവുന്നുള്ളൂ. പുറത്തേക്കുള്ള കാർബൺ ഡയോക്സൈഡ് ദുഷിച്ച വായു പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ച് നമ്മൾക്ക് സാധാരണ കൊടുക്കുന്ന ഓക്സിജൻ്റെ അളവ് ചിലപ്പം കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. വെന്റിലേറ്റർ കൂടിയ തോതിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ശ്വസിക്കുന്ന 21% ഓക്സിജൻ ആണെങ്കിൽ വെന്റിലേറ്റർ 21, 30, 40 അങ്ങനെ 100% ഓക്സിജൻ മാത്രമായിട്ട് വരെ കൊടുക്കാൻ പറ്റും. അപ്പം വെന്റിലേറ്ററിൽ നമുക്ക് ഹൈ ഫ്ലോയിൽ ഹൈ കോൺസെൻട്രേഷനിൽ പ്രഷർ ചെയ്ത് ഗ്യാസ് നമുക്ക് അകത്തേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഓക്സിജനേക്കാളും ബെറ്ററാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉച്ഛ്വാസമായി പുറത്തേക്ക് വരും എന്നുള്ളതൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത് കാരണം ആ ശ്വാസം വലിക്കുന്ന ജോലി കുറയും. നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ നമുക്ക് കൊടുക്കാം, പക്ഷെ അപ്പോഴും ശ്വാസം വലിക്കുന്നത് ആ രോഗി തന്നെയാണ്. അപ്പോൾ ശ്വാസം വലിച്ച് ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗി തന്നെയാണ് അത് ടോളറേറ്റ് ചെയ്യേണ്ടത്. മറ്റേത് അങ്ങനെയല്ല. വെന്റിലേറ്റർ വിൽ ടേക്ക് കെയർ ഓഫ് ദ റിസ്ക്. ആ ശ്വാസം വലിക്കുന്ന ജോലി പേഷ്യൻ്റ് ബെറ്റർ ആവുന്നവരെ വെന്റിലേറ്റർ ചെയ്യും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും പനി വരാറുണ്ട്. പനി വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ വീട്ടിൽ റെസ്റ്റ് എടുക്കും. ക്ഷീണം കൂടുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. അപ്പോൾ ഡോക്ടർ അന്നേരം മരുന്ന് തരും. കുറവില്ല, അല്ലെങ്കിൽ അസുഖം കൂടുവാണെങ്കിൽ ഡോക്ടർ പറയും അഡ്മിറ്റ് ആവണമെന്ന് പറയും. ആ അസുഖം അഡ്മിറ്റ് ആയത് പിന്നെയും കൂടുവാണെങ്കിൽ, അതായത് നമ്മളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ വരുവാണെങ്കിൽ നമ്മൾ ICUലേക്ക് മാറ്റും. കാരണം കൃത്യമായ നിരീക്ഷണങ്ങൾ വേണം. വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടി വരും. ഡോക്ടർമാർക്ക് വളരെ പെട്ടെന്ന് ഇന്ന സമയത്ത് ഇന്ന മരുന്ന് കൊടുക്കണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഓക്സിജൻ അളവ് കൂട്ടണം, കുറയ്ക്കണം, അല്ലെങ്കിൽ പ്രഷർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കണം. അങ്ങനെ കൃത്യമായ നിരീക്ഷണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാർഡിൽ കിടത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ ICUയിലോട്ട് മാറ്റും. സോ ബേസിക്കലി ഒരു തീവ്രമായ അസുഖമുണ്ട്, ജീവന് ഭീഷണി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ICUയിലേക്ക് മാറ്റും. ICUയിൽ മാറ്റുമ്പോൾ നമുക്ക് എല്ലാ അവയവങ്ങളും സപ്പോർട്ട് ICU കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് കിഡ്നി ഡാമേജ് ആയി ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ശ്വാസമുട്ടലോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ICU കയറുന്നത് ബേസിക്കലി നമ്മൾ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ കുറച്ചുകൂടെ തീവ്രമായ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ICUയിലോട്ട് മാറുന്നത്. ICUയിൽ വന്നു കഴിഞ്ഞതിന് ശേഷവും അസുഖം കൂടാൻ സാധ്യതയുണ്ട്. കാരണം അസുഖം കയറി വരുവാണ്, മരുന്നിനോട് പ്രതികരിക്കാൻ സമയമെടുക്കും. നമ്മളൊരു മരുന്ന് കൊടുത്താൽ ആ മരുന്നിനോട് പ്രതികരിക്കാൻ 48 മുതൽ 72 മണിക്കൂർ വരെ എടുക്കും ഓരോരോ ആൾക്കാർക്കും. അപ്പോൾ ആദ്യത്തെ 48 മണിക്കൂറിൽ അസുഖം കൂടുക തന്നെ ചെയ്യും. ആ കൂടുന്ന അവസ്ഥയിൽ ശ്വാസമുട്ടൽ കൂടുവാണെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ICUയിലേക്ക് മാറ്റി പേഷ്യൻ്റെ കണ്ടീഷൻ മോശമാവുകയാണ്, പ്രഷർ കുറയുവാണ്, ശ്വാസമുട്ടൽ കൂടുവാണ്, ബോധക്കേട് വരുവാണ്, അല്ലെങ്കിൽ കഫം ചുമച്ച് തുപ്പാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുവാണ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിലാണ് നമ്മൾ ICUയിലേക്ക് മാറ്റിയതിന് ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. ICU വെന്റിലേറ്ററും ഒന്നല്ല, ICUയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് വെന്റിലേഷൻ.
അസുഖം കൂടിയതിന് ശേഷം അസുഖം ജീവന് ഭീഷണി ആവാം, നമ്മൾ കൃത്യമായ നിരീക്ഷണമില്ലെങ്കിൽ ജീവന് ഭീഷണി ആവാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ICUയിലോട്ട് മാറ്റുന്നത്. ICUയിൽ മാത്രം കേന്ദ്രീകരിച്ച് ICUയിലെ രോഗികൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത്. അപ്പം 24 hours ഇങ്ങനത്തെ രോഗികളെ നോക്കി പരിശീലനം ലഭിച്ച ഡോക്ടർമാർ കൂടെ ഉള്ളപ്പോൾ ഒരു ചെറിയ വ്യതിയാനം വരുമ്പോൾ തന്നെ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. അവർക്ക് നമുക്കൊരു ലാക്ക് ടൈം കിട്ടും. അസുഖം മോശമാകുന്നതിന് മുമ്പേ നമുക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണനിരക്ക് അല്ലെങ്കിൽ നമ്മുടെ രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും കുറഞ്ഞു വന്നിട്ടുണ്ട്. പേടിയുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്, ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ ICUയിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഞങ്ങൾ നിങ്ങളുടെ പേഷ്യൻസിനെ കെയർ ചെയ്യും. ഒരു രോഗി ICUയിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ രോഗി ഓരോ ഇൻ്റർനാഷണലി ഓരോ സൊസൈറ്റീസ് ഉണ്ടാവും. ക്രിട്ടിക്കൽ കെയറിൻ്റെ സൊസൈറ്റി ഉണ്ട്, റെസ്പിറേറ്ററി മെഡിസിൻ സൊസൈറ്റി ഉണ്ട്, ഹെമറ്റോളജി സൊസൈറ്റി ഉണ്ട്, ലിവറിൻ്റെ സൊസൈറ്റി ഉണ്ട്. അപ്പം അവിടെ ഈ സീനിയറായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഓരോ അസുഖത്തിനും ഓരോ ഗൈഡ് ലൈൻസ് ഇറക്കും. അപ്പം അതിങ്ങനെ നമ്മൾ കൂടുതൽ അറിവ് വരുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. രോഗികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പാരെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, ICUയിൽ കിടക്കുന്ന രോഗി കുറച്ച് പേടിയുണ്ടാവും. 2, ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർമാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, നഴ്സുമാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ കൂടിയും ICU ഇസ് എ ബിസി പ്ലേസ്. ICUയിൽ എപ്പോഴും തിരക്കാണ്. ICUയിൽ ഞാനൊന്ന് മയങ്ങി കിടക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ ഒരു മോണിറ്ററിൽ അലാം അടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉറക്കം പോകും. ICUയിൽ കിടക്കുമ്പോഴത്തേക്ക് രാത്രി ഏതാ പകരം ഏതാന്ന് എനിക്കറിയത്തില്ല. 4 ആൾക്കാർ ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എന്നൊരു ആശങ്ക എപ്പോഴും പേഷ്യൻസിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ പേഷ്യൻറ്റിന് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവാനായിട്ടും അതുപോലെ ഒരു സ്ഥലകാല വിഭ്രമം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ICU. അതുകൊണ്ട് തന്നെ ICUയിൽ ആവശ്യമില്ല എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ നമ്മൾ ICUയിൽ നിന്ന് പുറത്തേക്ക് റൂമിലേക്ക് മാറ്റാറുണ്ട്. ICUയിലുള്ള ആൾക്കാരെ കാണാൻ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർക്ക് വിസിറ്റിംഗ് ടൈം ഉണ്ടാവും. ഈ വിസിറ്റിംഗ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, നിങ്ങളുടെ രോഗിയെ കാണാൻ നിങ്ങൾ വരുമ്പോൾ ആസ് എ ബൈസ്റ്റാൻഡർ നിങ്ങൾ രോഗിക്ക് ആത്മധൈര്യം പകരേണ്ടി വരും. അതല്ലാതെ നമ്മളെ രോഗിയെ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ രോഗിക്കും വിഷമാവും, രോഗിയുടെ അവസ്ഥയെ അത് മോശമായി ബാധിക്കും. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലകാല വിഭ്രമം വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളെപ്പോൾ വന്നാലും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ സമയം എത്രയായി, രാവിലെ ഭക്ഷണം കഴിച്ചോ, ഉച്ചയ്ക്ക് കാപ്പി കുടിച്ചോ എന്ന് നമ്മൾ ഒരു ദിനചര്യമായിട്ട് അവരെ ബന്ധിപ്പിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ രോഗിക്ക് പരിചയമുള്ള വീട്ടുകാര്യങ്ങൾ പറയാൻ നോക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ പാല് പുറത്ത് വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ ഇന്ന് പത്രം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രോഗിക്ക് അത് വീടുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, രോഗിക്ക് പരിചിതമായ ഒരു അവസ്ഥയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും രോഗിക്ക് ആ സ്ഥലകാല വിഭ്രമം കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. 3ാമത്തെ കാര്യം, എപ്പോഴും രോഗിയെ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടി വരും. ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു 3 ദിവസം കഴിയുമ്പോൾ ബെറ്റർ ആവും, പുറത്തേക്ക് ഇറക്കാൻ പറ്റും, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഞങ്ങളായിട്ട് ഡോക്ടറോട് പറയണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചോദിച്ച് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ബേസിക്കലി നിങ്ങൾ രോഗിയെ കാണാൻ വരുമ്പോൾ രോഗിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാതെ രോഗിയെ നമ്മൾ നോർമലായിട്ട് ഓറിയൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ജലദോഷമോ ക്ഷീണമോ പനിയോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ദയവായി ICUയിൽ കിടക്കുന്ന രോഗികളെ സന്ദർശിക്കാൻ പോകരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 2ാമതൊരു ഇൻഫെക്ഷൻ ആൾക്ക് വരികയാണെങ്കിൽ അവരുടെ കണ്ടീഷൻ വളരെ പെട്ടെന്ന് മോശമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ICUയിൽ കയറുന്നതിന് മുമ്പും കയറി കഴിഞ്ഞതിന് ശേഷവും കൈകൾ സാനിറ്റൈസർ വെച്ച് കൈ വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ICUയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ കൈകൾ വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, വരുമ്പോഴും പോകുമ്പോഴും.